അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ മനുഷ്യന്മാർ. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഖുർആനിൽ തന്നെ പറയപ്പെട്ട ഒരു ചെറിയ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇത് ഓതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വുളൂഹ് ചെയ്തതിന് ശേഷം കിബിലക്ക് മുന്നിട്ടിരിക്കുക. അതിനുശേഷം 11 സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം. അതിനുശേഷം ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത് സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്താണ്. ഈ ഒരു ആയത്ത് 111 തവണ ചൊല്ലുക. അതായത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ഒരു ആയത്താണ് നമ്മൾ ഓതേണ്ടത്. അപ്പം ഈ ഒരു ആയത്ത് 111 തവണ മനസ്സിരുത്തി നല്ല ഇഖ്ലാസോടു കൂടി ചൊല്ലിത്തുടങ്ങുക. അതിനുശേഷം നിങ്ങൾ 11 സ്വലാത്ത് വീണ്ടും ആവർത്തിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. നമ്മൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ദുആയിലിരിക്കുന്നു എല്ലാം. അപ്പം ദുആ ചെയ്യുമ്പോൾ മനസ്സുരുകി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും തരാതിരിക്കില്ല. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ആയത്താണ് ഈ ഒരു ആയത്ത്. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഹസ്ബി അല്ലാഹു, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അലൈഹി തവക്കൽതു, അവൻ്റെ മേലാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത്. വഹുവ റബ്ബുൽ അർശിൽ അലീം, അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ. ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഈ ഒരു ആയത്ത് ഓതിക്കൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്ത് നമ്മളുടെ ആവശ്യം പെട്ടെന്ന് നിറവേറാനുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ചെയ്ത് ദുആ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഇത് എന്നല്ല, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല ഇഖ്ലാസോടു കൂടി അല്ലാഹു സുബ്ഹാനഹു തആല ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എനിക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.